കേരളത്തിലെ ഏക മയിൽ സങ്കേതം അത് നമ്മുടെ പാലക്കാടാണെന്ന് എത്ര പേർക്കറിയാം? തനി പാലക്കാടൻ ഗ്രാമമായ ചൂലന്നൂർ എന്ന സ്ഥലത്താണ് മയിൽ സങ്കേതമുള്ളത്. കാടിനെ അടുത്തറിഞ്ഞ് കാട്ടിനുള്ളിലൂടെ അവിടെ സഞ്ചാരികൾക്ക് നടക്കാം. മഴക്കാലത്ത് സന്ദർശിക്കാൻ പറ്റിയൊരു സ്ഥലം. പ്രകൃതി മുളകൊണ്ട് തീർത്ത മായാജാലങ്ങളെല്ലാം ഇവിടെ വന്നാൽ കാണാൻ കഴിയും. മയിൽ സങ്കേതമാണെന്ന് കരുതി എപ്പോൾ ഇവിടെ വന്നാലും മയിലിനെ കാണാൻ കഴിയണമെന്നില്ല. ശബ്ദമെല്ലാം കേട്ടാൽ മയിലുകൾ കൊടും കാട്ടിനകത്തേക്ക് പോകും. ഭാഗ്യമുണ്ട് പീലി വിടർത്തിയാടുന്ന മയിലിൻ്റെ കാഴ്ചകൾ ഇവിടെ ചെന്നാൽ കാണാൻ കഴിയും. കേരളത്തിലുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ചൂലന്നൂർ മയിൽ സങ്കേതം. കാട് മാത്രമല്ല, കുറേ നല്ല പാലക്കാടൻ ഗ്രാമക്കാഴ്ചകളും ഇവിടെ ചെന്നാൽ കാണാൻ കഴിയും. രാവിലെ നേരത്തെ ഇറങ്ങണം എന്നല്ല പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഇന്ന് രാവിലെയാണ് പാലക്കാട് എത്തിയത്. ബസ് ലേറ്റായ കാരണം എല്ലാ പ്ലാനും ലേറ്റായി. 9:30 പീകോക്ക് സാങ്ച്വറി സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ 10 മണിയായി. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. എന്തായാലും ഇന്നത്തെ ക്ലൈമറ്റ് കൊള്ളാം. വെയിലൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്. നട്ടുച്ചയായാലും കാട്ടിനുള്ളിലൂടെ നടക്കാൻ സുഖമായിരിക്കും. കാട്ടിനുള്ളിലൂടെയുള്ള ഒരു വഴിയാണ്. മലമ്പുഴ കവയിലേക്കെല്ലാം പോകുന്ന വഴിയാണ് ഈ വഴി കാണുമ്പോൾ ഓർമ്മ വരുന്നത്. കഴിഞ്ഞ വേനൽക്കാലം തൊട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ചൂലന്നൂരിലേക്കുള്ളൊരു ട്രിപ്പ്. എന്തായാലും ലേറ്റ് ആയത് നന്നായി. മഴക്കാലമാണ് ഇവിടെ വരാൻ പറ്റിയ സമയം. കാട് കഴിഞ്ഞ് വീണ്ടും നെൽപ്പാടങ്ങൾ കണ്ടു തുടങ്ങി. ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ഒരു അയ്യപ്പൻ കാവുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കാവ്. തിരിച്ചു വരുമ്പോൾ സമയം കിട്ടിയാൽ അവിടെ കയറാൻ നോക്കാം. ഇതാണ് ചൂലന്നൂർ മയിൽ സങ്കേതത്തിലേക്കുള്ള എൻട്രൻസ്. അകത്ത് കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യാം. എന്നിട്ട് ടിക്കറ്റ് എടുത്ത് കാട്ടിലേക്ക് കയറാം. ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. വണ്ടി പാർക്ക് ചെയ്തതിനടുത്ത് തന്നെ ആയിട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇതാണ് ഇവിടുത്തെ ഇൻഫർമേഷൻ സെൻറ്റർ. അതിനകത്താണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ പീകോക്ക് സാങ്ച്വറി PG ഡിവിഷൻ്റെ കീഴിലാണ് ഈ മയിൽ സങ്കേതം ഉള്ളത്. 40 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ. 25 രൂപ ക്യാമറയ്ക്കും കൊടുത്തിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ ഫീസൊന്നുമില്ല. വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ടിക്കറ്റ് റേറ്റ് ആണ് ഇവിടെ ഉള്ളത്. മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ ഓർമ്മയ്ക്കായി കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്ന പേരിലും ഈ കാട് അറിയപ്പെടുന്നുണ്ട്. ഈ വഴിക്കാണ് ഇനി നടന്നു പോകേണ്ടത്. ഏകദേശം 1 കിലോമീറ്ററോളം കാട്ടിനുള്ളിലൂടെ നടക്കാം. സമയം ഏകദേശം ഉച്ചയാവാറായി. അതുകൊണ്ട് മയിലിനെ കാണുമോ എന്നറിയില്ല. എന്തായാലും നടന്നു നോക്കാം. രാവിലെ നേരത്തെയും പിന്നെ വൈകുന്നേരങ്ങളിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തെല്ലാമായാണ് ഇവിടെ മയിലുകളെ കൂടുതലായി കാണാൻ കഴിയുക. ആളുകളുടെ ശബ്ദം കേൾക്കുന്തോറും അത് കാടിനകത്തേക്ക് കയറും. നടന്നു തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ ഒരു ഭാഗത്തായി പഴയ വീട് കണ്ടു. മഴയിൽ കുളിച്ചു നിൽക്കുന്ന കാട്ടിനരികിലൊരു വീട്. നല്ല ചൂട് കട്ടനും കുടിച്ച് ആ കാണുന്ന വീടിൻ്റെ ഉമ്മറക്കോലായിലിരുന്ന് മുന്നിലുള്ള കാടിൻ്റെ കാഴ്ചകൾ കണ്ടിരിക്കാൻ ശരിക്കും കൊതി തോന്നുന്നുണ്ട്. ഇവിടെ ചില സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. മഴക്കാലത്തേക്കാൾ കൂടുതൽ ഇത് ഉപകാരപ്പെടുന്ന വേനൽക്കാലത്തായിരിക്കും. വേനൽക്കാലത്ത് ഇവിടെ വന്നാൽ ഈ മരങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാൻ കഴിയുക. ഇതാണ് പറ്റിയ സമയം. ഇലകളും മരങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ ഇവിടെ ഒരു ഭാഗത്തായി കുറേ മുളകളെല്ലാം തിങ്ങി നിൽക്കുന്നത് കാണാൻ കഴിയും. മുളം കാടുകളെന്നല്ല നമ്മുടെ നാട്ടിലിങ്ങനെ പറയാറുണ്ട്. അതുപോലൊരു സ്ഥലത്തെത്തും. മുളകൾ വളർന്നു നിന്ന് ഒരു ഗുഹ പോലെ ആയിരിക്കുകയാണ്. അതിനിടയിലൂടെ വഴികളും പോകുന്നുണ്ട്. നല്ല മഴയൊക്കെ വന്നാൽ ഇതിന് താഴെ വന്ന് നിന്നാൽ മതി. മഴയൊന്നും കൊള്ളില്ല. പണ്ട് നാട്ടുമ്പുറങ്ങളിലെല്ലാം ഇങ്ങനെ മുളയുടെ കൂട്ടങ്ങൾ കാണാറുണ്ട്. ഇപ്പം അതെല്ലാം വെട്ടിമാറ്റി. ഇത് കണ്ടപ്പോൾ ആ കാര്യങ്ങളാണ് ഓർമ്മ വന്നത്. ഇവിടെ തൊട്ടടുത്തായി കുറേ വീടുകളുണ്ട്. അവിടെയുള്ളവരെല്ലാം ഈ കാട്ടിനകത്തേക്കാണ് ആട് മേയ്ക്കാനായി വരുന്നത്. ഇവിടെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വെയിലുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ പെയ്ത മഴയുടെ വെള്ളം ഇപ്പോഴും ഇവിടുത്തെ മരങ്ങളിലും ഇലകളിലെല്ലാം തങ്ങി നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് കാറ്റ് വീശുമ്പോൾ ആ വെള്ളം ദേഹത്ത് വീഴുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ചെറിയ ക്ഷീണമല്ല അതുകൊണ്ട് തന്നെ മാറിക്കിട്ടും. ഇവിടുത്തെ മരങ്ങളിലെല്ലാം ആ മരത്തിൻ്റെ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്കും അതൊരു ഉപകാരമാണ്. ഈസിയായി നടക്കാൻ പറ്റിയൊരു സ്ഥലമാണത്. വലിയ ട്രെക്കിങ്ങും കഷ്ടപ്പാടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഇവിടെ വരാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കയ്യിൽ അത്യാവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളം കരുതണം. പിന്നെ കഴിക്കാൻ വല്ലതും വേണേൽ അതും. വേസ്റ്റുകളൊന്നും ഇവിടെ ഇട്ട് പോകരുത്. അതെല്ലാം തിരിച്ചു കൊണ്ടുപോയി ഡസ്റ്റ്ബിന്നിൽ തന്നെ ഇടണം. നടന്ന് ക്ഷീണിക്കുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മഴക്കാലമായ കാരണം ഇതിങ്ങനെ നനഞ്ഞു കുതിർന്നിരിക്കുകയാണ്.
അല്ലെങ്കിൽ അതിന് മുകളിൽ കയറിയിരിക്കാൻ നല്ല സുഖമായിരിക്കും. കുറേ ദൂരം നടന്നകത്തേക്ക് വന്നു കഴിഞ്ഞു. ചെറിയൊരു ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ 2 മയിലുകളെ കണ്ടു. ഇവിടെ വന്ന് മയിൽ കണ്ടില്ല എന്നുള്ള സങ്കടം ഇനി വേണ്ട. പ്രതീക്ഷിച്ച പോലെ തന്നെ മഴ തുടങ്ങി. മഴയെല്ലാം ആസ്വദിച്ച് കാട്ടിലൂടെ നടക്കാൻ ഇഷ്ടമുള്ളവർ ഒന്നും ആലോചിക്കണ്ട, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ വന്നതൊരു വീക്കെൻഡായിരുന്നു. എന്നെ കൂടാതെ വേറെ 4 പേരെ കൂടി ഇവിടെ കാണാൻ കഴിഞ്ഞു. തിരക്കൊട്ടുമില്ലാത്ത ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. ആടുകളുമായി വന്ന ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടനാണത്. ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊരു കാടാണേലും ഇവിടെ വന്യമൃഗങ്ങളൊന്നുമില്ല. നിറയെ മയിലുകളുള്ള കാരണം പാമ്പുകളുമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയാണെങ്കിലും കുറച്ച് മുകളിലേക്ക് നടന്നാൽ തൃശ്ശൂർ ജില്ലയാവും. പക്ഷെ അങ്ങോട്ട് പോകാനുള്ള അനുവാദം നമുക്കില്ല. രാവിലത്തെ സമയമാണ് മയിലുകളെ കൂടുതൽ ഇവിടെ കാണാൻ കഴിയുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ചേട്ടനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. നടന്ന് ഏകദേശം 1 കിലോമീറ്റർ ആയി എന്നാണ് തോന്നുന്നത്. ഇവിടെ അങ്ങനെ ഇൻഡിക്കേഷനൊന്നും വെച്ചിട്ടില്ല ഇതുവരെ പോകാൻ പാടുമോ എന്ന്. ആ ചേട്ടനിൽ നിന്ന് ഒരു കാര്യം കൂടി അറിയാൻ കഴിഞ്ഞു. 5 മിനിറ്റ് മുന്നോട്ട് കടന്നാൽ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. വെള്ളത്തിലേക്ക് ഇറങ്ങരുത്, പാറ നന്നായി വഴുക്കുന്നുണ്ട്, ഇതെല്ലാം ഒന്ന് സൂക്ഷിക്കാൻ പറഞ്ഞു. ഈ സ്ഥലം കൂടി കണ്ട് നമുക്ക് തിരിച്ചു പോവാം. ഒരു പാറമടയാണിത്. അതുകൊണ്ട് തന്നെ കുറച്ച് അപകടം പിടിച്ച സ്ഥലമാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളുടെ ആഴം നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഒറ്റ നോട്ടത്തിൽ വലിയ ആഴം തോന്നില്ല, പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ അപകടത്തിൽ ചെന്നെത്തിക്കും. നല്ല മഴയുണ്ട്. ആ ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് അടുത്തേക്കൊന്നും പോയില്ല. കുറച്ച് ദൂരെ നിന്ന് ഈ സ്ഥലത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു. തിരിച്ചു വീണ്ടും ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. ടിക്കറ്റ് എടുത്തപ്പോൾ 1 കിലോമീറ്റർ അകത്തേക്ക് പോവാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ 1 കിലോമീറ്റർ എത്തിവന്ന് നമുക്കൊരിക്കലും മനസ്സിലാവില്ല. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം, കൂടുതൽ കാട്ടിലേക്ക് കയറാൻ നിൽക്കരുത്. ഈ കാണുന്ന വഴിയിലൂടെ തന്നെ നടക്കാൻ ശ്രമിക്കുക. മൃഗങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും കാടാണ്, ഏത് രീതിയിലാണ് അപകടം വരിക എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇൻഫർമേഷൻ സെൻറ്ററിന് അടുത്തായി തന്നെ ഒരു ബട്ടർഫ്ലൈ പാർക്കുണ്ട്. ഇവിടെ ഒന്ന് കണ്ണോട്ടിച്ച് നോക്കിയപ്പോൾ കുറച്ച് ചിത്രശലഭങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞു. ചിലതെല്ലാം വീഡിയോയിലും പകർത്തി. മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു അത്. ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ രാത്രി യാത്ര തിരിക്കുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലൊരു സ്ഥലത്ത് വന്ന് സ്വയം മറന്നു പോകുമെന്ന കാര്യം. അതെ, പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നമ്മൾ സ്വയം ഒന്ന് മറന്നുപോകും ഈ സ്ഥലത്തെത്തിയാൽ. നമ്മൾ മലയാളികൾ ഒരു പ്രാവശ്യമെങ്കിലും ചൂലന്നൂർ മയിൽ സങ്കേതം വന്ന് കാണണം. പാലക്കാട്ട് നിന്നും തൃശ്ശൂരിൽ നിന്നെല്ലാം വളരെ അടുത്താണ് ഈ സ്ഥലം. നട്ടുച്ച സമയമാണ്, നല്ല വിശപ്പുണ്ട്. തിരിച്ചു വേഗം വീട്ടിലെത്തണം. അതിനു മുമ്പായി പോകുന്ന വഴിയിലുള്ള ചൂലന്നൂർ അയ്യപ്പൻകാവ് കൂടി ഒന്ന് കാണാം. പാടത്തിൻ്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ആലും ആൽത്തറയും കുളക്കടവോട് കൂടിയ ചെറിയൊരു അമ്പലം. ആദ്യമായി ഈ വഴി യാത്ര ചെയ്യുന്ന ഏതൊരാളും ഈ അമ്പലം കണ്ട ഇവിടെ വണ്ടി നിർത്തി ഒന്ന് നോക്കിപ്പോവും. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം. തൊട്ടടുത്തുകൂടി പാടങ്ങൾക്കിടയിലൂടെ ചെറിയൊരു തോടും നിറഞ്ഞൊഴുകുന്നുണ്ട്. മഴക്കാലത്ത് മാത്രം കാണാൻ കഴിയുന്ന മനോഹരമായ ചില പാലക്കാടൻ ഗ്രാമക്കാഴ്ചകൾ. 5 മിനിറ്റ് കഴിഞ്ഞതോ മഴ അങ്ങ് തകർത്ത് പെയ്യാൻ തുടങ്ങി. അമ്പലത്തിൻ്റെ അടുത്ത് പോകണം എന്നെല്ലാം കരുതിയതാണ്. ഇനിയിപ്പോൾ മഴ കാരണം അവിടേക്ക് പോകാൻ കഴിയില്ല. കുറച്ചു നേരം കാത്തു നിന്നെങ്കിലും മഴ കുറയുന്നില്ല. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ചൂലന്നൂർ മയിൽ സങ്കേതം കാണാനായി വരുന്നവർ രാവിലെ നേരെ അയ്യപ്പൻകാവിൽ പോയി തിരിച്ച് മയിൽ സങ്കേതത്തിലേക്ക് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. രാവിലെ തന്നെ എത്താൻ ശ്രമിക്കുക, അപ്പോഴേ നിറയെ മയിലുകളെല്ലാം കാണാൻ കഴിയും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വീണ്ടും വരാം.